ഇപ്പോൾ ഈ ശബരിമലയിൽ ഞാൻ ഈ അടുത്തിടെ കണ്ടത്, ഈ പമ്പയിൽ, ഞാൻ ശബരിമല പോയിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും ഞാനൊരു വീഡിയോയിൽ കണ്ടത്, ഈ പമ്പയിൽ കുളിച്ചു കഴിഞ്ഞിട്ട് ഈ തുണി കൊണ്ടുവരുന്ന തുണി അവിടെ ഊരിയിടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ തുണി ഊരിയിടുന്ന ഇവരെല്ലാം തന്നെ ഏതോ ഒരു ഘട്ടത്തിൽ, ഓരോ ഒരു അന്തരാള ഘട്ടത്തിൽ ആരോടോ പറഞ്ഞു ഈ കുളിച്ചു കഴിഞ്ഞാൽ തുണി അവിടെ ഊരിയിടുക എന്നുള്ള ഒരു ആചാരമാണ്, ഇത് അയ്യപ്പൻ്റെ ഒരു ഹലാലായിട്ടുള്ള സാധനമാണെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ഏതോ ഒരാൾ ഒരിക്കൽ അത് ഊരിയിട്ടു. അതിനുശേഷം പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ കൂമ്പാരങ്ങളാണ്, കറുത്ത തുണി കയ്യിൽ, ഇതേപോലെയുള്ള സാധനങ്ങൾ, അതിങ്ങനെ കൂമ്പാരങ്ങളായിട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അവർ ബോർഡ് വെച്ചു, ഇത് അയ്യപ്പന്റെ ആചാരങ്ങളിൽ പെടുന്നതല്ല, നിങ്ങളെ തുണിയായിട്ട് തിരിച്ചു പോകണം. ആദ്യം മലയാളത്തിലാണ് ബോർഡ് വെച്ചത്, അതുകൊണ്ട് മലയാളികളെല്ലാം അങ്ങനെ നിർത്തി. പിന്നെയും ഈ കന്നഡ, തെലുങ്ക്, പിന്നെ തെലുങ്കാന ടീമുകൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പിന്നെ മലയാളത്തിലെ ബോർഡ് തന്നെ ആവശ്യമില്ല, മലയാളികൾ പല അന്ധവിശ്വാസങ്ങളും എടുക്കാറില്ല. അപ്പം ഇവിടെ പിന്നെ തുണി ഇടരുത് എന്ന് തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ബോർഡ് വെച്ചിട്ടും യാതൊരു രക്ഷയില്ല. ഈ ബോർഡ് അവരെങ്ങനെ വെക്കും, പക്ഷെ ഇതായിരിക്കും അയ്യപ്പൻ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞ് അവർ കണ്ടിന്യൂ ചെയ്ത് പോകും. നോക്കുക, ഇത് ഉണ്ടായിരുന്നതല്ല, ആരോ ഉണ്ടാക്കിയതാണ്, ഇത് ഉള്ളതല്ലെന്ന് ബോർഡ് വെച്ചിട്ടും ഇവരിത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അപ്പൊ എത്ര ആഴമുള്ള തലമാണ് ആ അന്ധതയെന്ന് ആലോചിച്ചു നോക്കുക. ഇവരിപ്പോൾ ആരെയാണ് വിശ്വസിക്കുന്നത്? സാധാരണ ഇതിൽ ഈ വിശ്വാസികൾ വിശ്വസിക്കുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള ആളുകളെ വിശ്വസിക്കുന്നു എന്ന് പറയാം. ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള ആചാരം അല്ലെന്ന് പറഞ്ഞു, അതിനെതിരെ ബോർഡ് വെച്ചു. പക്ഷെ എന്നാലും ഈ കറണ്ട് അടിച്ചവൻ കമ്പിയെ പിടിച്ചിരിക്കുന്നോണം ഇങ്ങനെ പിടിച്ചിരിക്കുക, മാറ്റാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര വലിയൊരു മാനസികമായ പ്രശ്നമാണിത്. നമ്മൾ അത് മനസ്സിലാക്കുമ്പോഴാണ് അവരോട് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത്.